മിഷൻ ജ്യോതി മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും സ്നേഹവന്ദനം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 6-ാമത് വാക്യം. ഹെരോദാവ് അവനെ ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിൻ്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗൃഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. കർത്താവിൻ്റെ അപ്പോസ്തലന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന പത്രോസ് ബന്ധിക്കപ്പെട്ടവനായി കൽത്തുറങ്കിൽ കിടക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. യാക്കോബിനെ കൊന്നുകളഞ്ഞത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ടിട്ട് യഹൂദൻ്റെ പ്രീതി നിലനിർത്തിയെങ്കിൽ മാത്രമേ തൻ്റെ അധികാരസ്ഥാനം ഉറയ്ക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഹെരോദാവ് അടുത്ത പത്രോസിനെ കൊല്ലുവാനും പിടിച്ച് പെസഹ കഴിഞ്ഞിട്ട് അവനെ ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് അവനെ പൊതുവിൽ കൊണ്ടുവന്ന് ശിക്ഷ വിധിച്ചവനെ കൊന്നുകളയുവാൻ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചതിൻ്റെ തലേ രാത്രിയിൽ 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്ന പത്രോസിൻ്റെ അരികിലേക്ക് ദൈവം തൻ്റെ ദൂതനെ അയക്കുകയാണ്. റോമിലെ നിയമം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തമാണ്. ആ ജയിലിനകത്തുനിന്ന് പുറത്തു വരിക എന്നത് മാനുഷികമായി അസാധ്യമാണ്. ഒരു അസാധാരണമായ പ്രവൃത്തി നടന്നുവെങ്കിൽ മാത്രമേ അവിടെ നിന്ന് പുറത്തു വരാൻ കഴിയൂ. അത്രയ്ക്ക് ശക്തമായ നിയമത്തിൻ്റെ പിൻബലമുള്ളതാണ് റോമ എന്ന് പറയുന്നത്. എന്നാൽ ഈ മനുഷ്യർക്ക് കയറി ചെന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയാത്ത ഇടങ്ങളിൽ, മനുഷ്യർക്ക് തകർത്ത് കളയാൻ കഴിയാത്ത ഈ റോമൻ്റെ പൂട്ടുകളെ, റോമൻ്റെ മുദ്രകളെ ഭേദിക്കുവാൻ മനുഷ്യന് കഴിയില്ല. അതുകൊണ്ട് തന്നെ ദൈവം തൻ്റെ ദൂതനെ അയക്കുകയാണ്. വലിയ പദ്ധതിക്കായി ദൈവം തിരഞ്ഞെടുത്ത പത്രോസ് ബന്ധിക്കപ്പെട്ടവനായി ജയിലറയിൽ കിടക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല. അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി അവനെ ഒരുക്കുന്ന ദൈവം തൻ്റെ ദൂതനെ ആ ജയിലറയിലേക്ക് അയക്കുകയാണ്. ദൂതൻ അവനെ തൊട്ടുണർത്തുന്നു. അവൻ്റെ കൈമേൽ നിന്ന് ചങ്ങല വീഴുന്നു. അവൻ കിടക്കുന്ന ആ ജയിലറയുടെ വാതിൽ തുറക്കുന്നു. അതിൻ്റെ ആ പട്ടണത്തിൻ്റെ വാതിൽ തുറക്കുന്നു. ഒരു തെരുവ് കടന്ന് പുറത്തേക്ക് അവനെ കൊണ്ടുവന്ന ശേഷം ഒരു തെരുവ് കടന്ന് ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി എന്നാണ്. എന്ന് പറഞ്ഞാൽ മാനുഷികമായ നിലയിൽ ഒരാൾക്കും രക്ഷപ്പെടാനോ കഴിയാത്ത ജയിലിനകത്തുനിന്ന് ദൈവം തൻ്റെ ദൂതനെ അയച്ചിട്ട് ആ റോമിൻ്റെ പൂട്ടുകളെ തകർത്ത് ആരോഗ്യത്തോടെ, ബലത്തോടെ, ജയത്തോടെ പത്രോസിനെ ആ ജയിൽ പണിതിരിക്കുന്ന കോമ്പൗണ്ടിനകത്ത് നിന്ന് പുറത്ത് കൊണ്ടുവന്ന് ഒരു തെരുവിടെ കടത്തി അവനെ മുൻപോട്ട് വിടുകയാണ്. പിന്നീടാണ് ദൂതൻ തന്നെ വിട്ടുപോകുന്നത്. പത്രോസ് അവിടെ നേരെ ചെല്ലുന്നത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദൈവജനം, തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രാർത്ഥനയുടെ മുറിയിലേക്കാണ് പത്രോസ് ചെല്ലുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ പ്രഭാതം ഒരുപക്ഷെ ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ നിങ്ങളുടെ മേൽ വാഗ്ദത്തങ്ങളായി കിടക്കുമ്പോൾ തന്നെ ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ പത്രോസ് ആയിരിക്കുന്ന പോലെ ചില തടവറയ്ക്ക് സമമായ പ്രതിസന്ധികളാകാം. മാനുഷികമായി പുറത്തു വരിക എന്നത് അസാധ്യമാകാം. ശക്തമായ നിയമത്തിൻ്റെ ശക്തമായ പ്രതിബന്ധങ്ങളൊക്കെ ശത്രു തീർത്ത് യാതൊരു കാരണവശാലും പുറത്തു വിടുകയില്ല, രക്ഷ പ്രാപിപ്പിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്ന ഇടങ്ങളിൽ നീ ക്ഷീണിച്ചും മനം തകർന്നും ഇരിക്കരുത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് അസാധ്യമായത് ചെയ്യുവാൻ ദൈവം തൻ്റെ ദൂതനെ നാം ഇരിക്കുന്ന ഇടത്തേക്ക് അയക്കും. ജോലി മേഖലയിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തോട് ബന്ധത്തിൽ, ശുശ്രൂഷയുടെ ബന്ധത്തിൽ, എവിടെയും ഇന്ന് മനുഷ്യൻ്റെ വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ മാറ്റം വരുത്താൻ കഴിയില്ല എന്ന് പൂർണ്ണമായി നാം വിധിച്ചു തള്ളിയെങ്കിൽ ഇന്ന് പകൽ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. അവൻ തൻ്റെ ദൂതനെ അങ്ങനെ ഇടങ്ങളിലേക്ക് നിശ്ചയമായും അയക്കും. എത്ര പേര് ഇന്ന് പകൽ വിശ്വസിക്കുന്നു? ഈ പ്രഭാതം എൻ്റെ അരികിലേക്ക് കർത്താവ് തൻ്റെ ദൂതനെ അയക്കും. ദൂതൻ എന്നെ തട്ടി ഉണർത്തും.
ദൂതൻ എന്നെ പുറത്തു കൊണ്ടുവരും. മനുഷ്യന് എന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയാതിരിക്കുന്നിടങ്ങളിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ച് എന്നെ പുറത്തു കൊണ്ടുവന്ന് എന്നെ എത്തിക്കേണ്ട സ്ഥലത്ത് നിശ്ചയമായും എത്തിക്കുമെന്ന് ഈ പ്രഭാതം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. പ്രിയരെ, അധൈര്യപ്പെട്ടു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. തലേ രാത്രി നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം പ്രവർത്തിപ്പാൻ കർത്താവ് വിശ്വസ്തൻ. തലേ രാത്രി അവൻ നമുക്കായി വലിയവ ചെയ്യും. ജീവിതത്തിൻ്റെ കഠിനമായ പ്രതിസന്ധികൾ, പ്രതീക്ഷകളറ്റവരായി നിങ്ങളിരിക്കുന്നെങ്കിൽ നിരാശപ്പെടരുത്. തലേ രാത്രിയിൽ ഒരത്ഭുതം നിങ്ങൾക്കായി എൻ്റെ കർത്താവ് ഒരുക്കിയിരിക്കുന്നു. എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.